ഹലോ, എന്താണ് ഇവിടെ പരിപാടി? കസേരയിട്ട് വന്നിരുന്ന് വെള്ളം ഒഴിക്കണോ? എന്തുവാ പാറു? എന്തുവാ ഇത്? ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് എൻ്റെ ഒരു റൂട്ടീൻ വീഡിയോ ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷന് തൊട്ട് മുമ്പ് ഉള്ള കുറച്ച് കാര്യങ്ങളും ലഞ്ച് ഉണ്ടാക്കുന്നതും ഒക്കെയാണ് കേട്ടോ ഒന്ന് കാണിക്കണേ. അപ്പോൾ രാവിലെ നമുക്ക് പാല് വരും. അപ്പോൾ പാല് തിളപ്പിച്ച് അപ്പം തന്നെ പാല് തിളപ്പിച്ച് വെക്കണം. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും കേട്ടോ, അത്രയ്ക്കും ചൂടുണ്ട്. അപ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലായിടത്തും എത്തിക്കണമല്ലോ. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു വൈകിപ്പോയി ഉച്ചയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ അതങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് തന്നെ കിട്ടുമ്പോൾ തന്നെ അതങ്ങ് തിളപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഇന്നലത്തെ പാല് കുറച്ചിരിക്കുന്നത് കൊണ്ട് ഞാനെന്നാൽ കുറച്ച് തൈരാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. പുറത്തുനിന്ന് അങ്ങനെ തൈര് വാങ്ങിക്കാറില്ല, നമ്മൾ വീട്ടിൽ തന്നെ പാല് വാങ്ങിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കണേ. നല്ല കട്ട തൈര് കിട്ടും. പാലിലൊട്ടും വെള്ളം ഒഴിക്കാതെ വേണം തിളപ്പിക്കാനായിട്ട്. അതുകൂടാതെ നമ്മൾ ഒരുപാട് തൈരൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ഒരു ഇച്ചിരി തൈര് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ നല്ല കട്ട തൈര് കിട്ടുമേ. ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം, ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഞാൻ പാറുവിനെ വിളിക്കാൻ പോയിട്ടുണ്ട്. ഇത് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ പാറുവിന് ഇന്നും ഇവിടെ ക്ലാസ് ഉണ്ട്. നമുക്ക് ഏപ്രിൽ 25 വരെ അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു മാസത്തേക്ക് ലീവാണ് കേട്ടോ. അപ്പോൾ പാറുവിൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഇതുപോലൊരു ചെമ്പകം നിൽപ്പുണ്ട്. നമ്മൾ വണ്ടി വയ്ക്കുന്ന അവിടെ പൂ വീണ് കിടക്കും ചില ദിവസങ്ങളിൽ. അപ്പോൾ നല്ല പൂവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെറുക്കിക്കൊണ്ട് വരും കേട്ടോ. നല്ല രസമല്ലേ ആ പൂ കാണാനായിട്ട്. അങ്ങനെ പാറു ഇതാ കാർഡൊക്കെ കൊടുത്തിട്ട് അപ്പം തന്നെ അവർ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാറുവിന് ഇന്നും കൂടെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും അവൾക്ക് ശരിക്കും അറിയില്ല കേട്ടോ, അത്രയ്ക്കൊന്നും തിരിച്ചറിവായില്ല ആൾക്ക്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ്. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടപ്ര വെയിലെന്നൊക്കെ പറയില്ലേ, അത് മാതിരത്തെ വെയിലാണ് കേട്ടോ. അപ്പോൾ ആ വെയിലത്ത് പോവൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണ ഫ്രൈഡേ ഞാൻ പോവാറില്ല, ഷൈചേട്ടൻ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അപ്പോൾ ആൾ തന്നെ പോയി കൊണ്ടുവന്നോളും. പക്ഷേ ഇന്നിപ്പോൾ മീറ്റിങ്ങിലായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പോയി. ആൾക്ക് സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മിക്ക ദിവസം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാവും കയ്യിൽ, സ്റ്റാറ്. പിന്നെ പെൻ വെച്ചിട്ട് തന്നെ അവർ വരച്ചു കൊടുക്കും. സ്റ്റാർ ഉണ്ടാവും ചിലപ്പോൾ, പിന്നെ ഐസ്ക്രീം ഉണ്ടാവും, ലോലിപോപ്പ്, അങ്ങനെ ഓരോന്നൊക്കെ പിക്ചറൊക്കെ വരച്ചു കൊടുക്കും. അത് ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. അങ്ങനെ ഞങ്ങളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഗേറ്റൊക്കെ അടച്ച് അകത്തേക്ക് പോവുകയാണേ. അപ്പോൾ ഇനി അവൾക്ക് വെക്കേഷനാണെന്നുള്ള ബോധമൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല പാറു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ഇച്ചിരി സങ്കടമായിരുന്നു. ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുമല്ലോ. അതാ ഞാൻ വിയർത്ത് കുളിച്ചു കേട്ടോ. ഞാൻ ഈ ഒരു കോലത്തിലാണ് പോകുന്നത്. മുഖമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി വന്ന ഉടനെ തന്നെ ഇന്ന് ഓടിപ്പോയി ഫ്രിഡ്ജ് തുറക്കുക കേട്ടോ. അവൾക്ക് ഇന്ന് ഒരു സാധനം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആൾ തന്നെ നോക്കിയിട്ട് വലിച്ച് പുറത്തിറക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചിക്കൻ നഗറ്റ്സ് അങ്ങനെ വാങ്ങിച്ച് പുറത്തുനിന്ന് നമ്മൾ ഇതുപോലെ പാക്കറ്റ് വാങ്ങിക്കില്ലേ, അതങ്ങനെ ഞാൻ വാങ്ങിക്കാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ വാങ്ങിച്ച് ഉണ്ടാക്കി കൊടുത്തപ്പം പാറുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ സോസ് മുക്കി കഴിക്കണ നഗറ്റ്സ് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ആ ഒരു പാക്കറ്റ് വാങ്ങിച്ചത് ഇതേ തീരാൻ പോവാ, 2 എണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. പിന്നെ ഞാൻ കൈയും കാലൊക്കെ കഴിപ്പിച്ചു. അങ്ങനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ലഞ്ചിൻ്റെ പരിപാടികളിലേക്ക് കടന്നു കേട്ടോ. പാർവ്വത ഷൈജേൻ്റെ കൂടെ ഉണ്ട്, ഇടയ്ക്ക് TV കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇത്തിരി ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. വളരെ കുറച്ചേ ഉള്ളൂ, കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അന്ന് അതൊന്ന് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഈസി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. ഇതിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണേ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യമേ തന്നെ ഞാൻ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്, അതായത് പെരിഞ്ജീരകം. അതും 2-3 ഉലുവയും പൊട്ടിച്ചു. എന്നിട്ട് ഈ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ച സംഭവങ്ങളും കൂടി ഇട്ട് ഒന്ന് വാടുമ്പോഴേക്കും ഞാൻ സവോളയും കൂടി ഇട്ടിട്ട്, ഇതുപോലെ കുക്കറിലാണ് ഞാൻ വെക്കണതെന്ന് മൊത്തത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ കുക്കറിൽ തന്നെയാണ് ഞാൻ മൊത്തം എല്ലാം ചെയ്യണേ കേട്ടോ. ഒരു 1 പോട്ട് റെസിപ്പിയാണിത്. അപ്പോൾ കുക്കറിനെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ വിസിൽ ഇടുന്ന അതായത് വെയിറ്റ് ഒന്നും ഇടണ്ട, പിന്നെ ടൈറ്റായിട്ട് അടക്കുകയും വേണ്ട. വെറുതെ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട്
ഒന്ന് മൂടിയാൽ മതി. അപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. പിന്നെ നമ്മൾ പൊടിയെല്ലാം മൂപ്പിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എരിവുള്ള മുളക് പൊടി എല്ലാം ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം മൂപ്പിക്കാനെടുക്കുമ്പോൾ പാത്രത്തിലേക്ക് എല്ലാ പൊടികളും ചേർത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പൊടികൾ നമ്മൾ ഇട്ട് വരുമ്പോഴേക്കും പാത്രത്തിലിട്ട പൊടികൾ അങ്ങ് മൂത്ത് പോകും. അപ്പോൾ മൂത്ത് പോയി കഴിഞ്ഞാൽ മൂത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് അങ്ങ് വരും. അപ്പോൾ അതൊട്ടും കറിക്കൊരു രുചി ഉണ്ടാവില്ല കേട്ടോ. വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്കൊന്നും വരില്ല. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ചില ആൾക്കാർ ആദ്യമേ തന്നെ മല്ലിപ്പൊടി നന്നായിട്ട് മൂപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ആദ്യം ഇട്ട് മൂപ്പിച്ചിട്ട് മറ്റേ പൊടികളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിലിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ വലിയ ഇത് കരിഞ്ഞൊന്നും പോവാതെ എടുക്കാൻ പറ്റും. അങ്ങനെ മസാലപ്പൊടിയും കൂടി ഇടാനുണ്ട് കേട്ടോ ഇനി ഇതിൽ. മസാലപ്പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ പൊടികൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സവോളയുടെ കൂട്ടിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല പാകത്തിനേ മൂത്തിട്ടുള്ളൂ. അങ്ങനെ മൂത്ത് കിട്ടുമ്പോഴാണ് ആ കറിക്കൊരു ടേസ്റ്റ് വരാം കേട്ടോ. ഇത്തിരി ആണെങ്കിലും ഇങ്ങനെ ഒരു പുകചുവ പോലെ വന്നു കഴിഞ്ഞാൽ കറീനെ അത് നന്നായിട്ട് ബാധിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും ബിഗിനേഴ്സൊക്കെ ഈ ഒരു ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് റിസ്ക് ഇല്ലാതെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പൊടി മൂപ്പിച്ച ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് നല്ല ചൂടാവുമല്ലോ. അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചൂടുവെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1-2 കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തക്കാളി ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ വിനീഗർ ചേർക്കാം. ഞാനിപ്പോൾ വിനീഗറാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് പുതിനയില ചേർക്കുന്നുണ്ട്. അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ചേർത്താം കേട്ടോ. ഇനി മല്ലിയില ചേർക്കണം എന്നുണ്ടെങ്കിൽ മല്ലിയില വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ പുതിനയില ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കാര്യം നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ, മസാലപ്പൊടി. അപ്പോൾ മസാലപ്പൊടി ആദ്യമേ തന്നെ ഇങ്ങനെ ചേർത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു മസാലയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ അങ്ങ് കുറഞ്ഞു പോകും. അപ്പം ഞാൻ എപ്പോഴും അവസാനം അങ്ങ് ചേർത്തിട്ട് അങ്ങ് മൂടി വയ്ക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വിസിലൊക്കെ പോകുമ്പം അതിൻ്റെ ഒരു ഫ്ലേവർ കുറയും എന്നാണ് പറയാം. എന്നാലും നമുക്കിപ്പം 1 പോട്ട് റെസിപ്പി ആകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് എല്ലാം നന്നായിട്ട് മിക്സായി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് നമ്മുടെ ബീഫിനനുസരിച്ചിട്ടുള്ള ഒരു വേവിനനുസരിച്ചിട്ടുള്ള വിസിൽ കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 3-4 വിസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറും കൂടെ വെക്കണം. അപ്പോൾ ചോറും പിന്നെ 1-2 ഒരു കറിയും കൂടെ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുത്തരിയാണ് എപ്പോഴും വാങ്ങിച്ച് വയ്ക്കാറ്. ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ വയ്ക്കണത്. ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ കുക്കറിൽ ചോറ് വെക്കണത്. എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ അടുപ്പിൽ വയ്ക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് ചോറ് വെച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫുൾ വിസിൽ പോയി, അതായത് വെയിറ്റ് നമ്മൾ ഈസി ആയിട്ട് പോരുമല്ലോ, അതുപോലെ ഫുൾ അതിൻ്റെ സ്റ്റീം പോയി കഴിഞ്ഞിട്ടാണ് ഞാനത് തുറന്നത് കേട്ടോ. അപ്പോൾ പാറു അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് എനിക്ക് നഗ്ഗറ്റ്സ് വേണം അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്ന നഗ്ഗറ്റ്സ് ഞാനങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്രയ്ക്ക് ഹെൽത്തി ഒന്നും അല്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് വാങ്ങിച്ചതാണ്. എന്തായാലും പാറുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അവളാണെങ്കിൽ ചിക്കനോ മീനോ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ രീതിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോം മെയ്ഡ് റെസിപ്പി എന്തായാലും എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ മുരിങ്ങയില ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങയില ഞാൻ നന്നായിട്ട് ഉതിർത്തി ആ ഇല മാത്രം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്ത് ഞാൻ മുരിങ്ങയില കറി ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങ അരച്ച കറി കേട്ടോ, പരിപ്പും മുരിങ്ങയിലയും കൂടെ. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പാറുവിനും ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ പാറുവിന് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ മാത്രമേ ആ മുരിങ്ങയില ശരിക്കും അങ്ങോട്ട് ഒരു പദം പോലെ വേവുള്ളൂ. അതല്ലെങ്കിൽ ആ ഒരു ഇല അത്രയ്ക്ക് അങ്ങോട്ട് വേവില്ല. നമ്മൾ കടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തോ കടിക്കുന്ന പോലെ. അപ്പോൾ ഇവള് കഴിക്കില്ല കേട്ടോ. അപ്പോൾ പാറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വേവിച്ചതിന് ശേഷം മുരിങ്ങയില ഇട്ടിട്ട് ഒരു വിസിൽ കൊടുത്തു. അത് അത്രയ്ക്ക് ഹെൽത്തി അല്ല, കാരണം ചീരയുടെ ഗുണം കുറയുമെന്ന് പറയുന്നുണ്ട്. എന്നാലും കൊച്ചു കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ തേങ്ങ അരച്ച അരപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഇത് താളിച്ചൊഴിക്കുകയാണേ.
പിന്നെ ഈ കറികൾ, ഇങ്ങനത്തെ കറികളെല്ലാം വയ്ക്കുമ്പോൾ, മോരുകറിയൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും വെളുത്തുള്ളി അരയ്ക്കാറില്ല. ഇതുപോലെ ഞാൻ താളിക്കുമ്പോൾ വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചിട്ട് ഇടും. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. ആ വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ കുറച്ച് പപ്പടവും കൂടെ കാച്ചിയാൽ നമ്മുടെ പണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പാറുക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പപ്പടം. പിന്നെ ഈ ചാറ് കറിയൊക്കെ ഉള്ളപ്പോൾ പപ്പടം നല്ലതല്ലേ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ പപ്പടമാണ് കേട്ടോ. നമുക്ക് കുറച്ച് മാങ്ങ വീട്ടിൽ നിന്ന് ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കൊറിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പപ്പടവും കുറച്ച് സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് പപ്പടം കിട്ടുമ്പോൾ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇത് വലിയ പപ്പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പകുതിയാക്കിയിട്ടാണ് കേട്ടോ കാച്ചിയത്. അപ്പോൾ നമ്മുടെ ഊണൊക്കെ റെഡിയായി. ബീഫ് ഞാൻ ഇത്രേ ആക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ നന്നായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇത് ഇപ്പോഴത്തേക്കാളും ടേസ്റ്റ് ആയിരിക്കുള്ളൂ രാത്രി കഴിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ചോറും കറികളും ഒക്കെ ആയി. പിന്നെ അച്ചാർ 2-3 തരം അച്ചാർ ഇരിപ്പുണ്ട്. ഇപ്പം നെല്ലിക്ക അച്ചാറാണ് കേട്ടോ എടുത്തിരിക്കണേ. നെല്ലിക്ക അച്ചാർ തീർന്നു, ഒരിത്തിരിയും കൂടെ ഉള്ളൂ. അമ്മ നാട്ടിൽ നിന്ന് ഇട്ട് തന്നുവിടുന്ന അച്ചാറാണ് കേട്ടോ, ഷൈജേൻ്റെ അമ്മ. അമ്മ നന്നായിട്ട് അച്ചാറുണ്ടാക്കും. അപ്പോൾ നെല്ലിക്ക അച്ചാർ ഇതാ തീർന്നു. ഇത് കഴിഞ്ഞതിന് മുന്നേ ഞങ്ങൾ നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞങ്ങൾ എന്നാൽ ചോറൊക്കെ ഉണ്ണട്ടെ. ഇതാ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വിളമ്പിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പാറുവിന് ഞാൻ മുരിങ്ങയിലയും ചോറും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. തൈരുണ്ടെങ്കിൽ അവൾ തന്നെ ഇരുന്ന് കഴിച്ചോളും, കോരി കഴിച്ചോളും. പക്ഷേ ഇങ്ങനത്തെ കറികളൊക്കെ ആണെങ്കിൽ കഴിക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ മുരിങ്ങ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ടി വിയൊക്കെ കണ്ട് അവളുടെ ഒരു ശ്രദ്ധ ഒന്ന് മാറ്റിയിട്ട് പയ്യെ ഞാൻ സ്പൂണും കൊണ്ട് ഇപ്പോൾ കോരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ കഴിച്ചോളും. ഇങ്ങനെ കടിക്കരുത്, അതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. അപ്പോൾ ആൾ കഴിക്കില്ല. അതല്ലാതെ ആണെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആൾക്കിന്ന് അത്ര വിശപ്പായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് കഴിപ്പിച്ചത്. അപ്പോൾ പിള്ളേരെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അത് ഇത്രയുള്ള പിള്ളേരുള്ള അമ്മമാർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ട. അപ്പോൾ ഇപ്പം പിന്നെ ചൂടായത് കാരണം വെള്ളം കുടിയാണ് എപ്പോഴും. പിന്നെ പിള്ളേർക്ക് വെള്ളം കുടിക്കുന്നത് അവർ കുടിക്കാൻ ഓർത്തില്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഓർത്ത് അവൾക്ക് വെള്ളം കുടിപ്പിക്കും കേട്ടോ. പിന്നെ ആ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ചില്ലറ പണികളിലേക്കാണ്. നമുക്ക് നമ്മളെ തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം. പാത്രം കഴുകി വെച്ചത് നന്നായിട്ട് ഉണങ്ങിയിരിപ്പുണ്ട്. ഇപ്പോൾ എനിക്കിങ്ങനെ പാത്രങ്ങളൊന്നും ഞാൻ കഴുകി വയ്ക്കുന്ന പാത്രമല്ല കേട്ടോ ഇത്. എനിക്ക് പാത്രം കഴുകൽ മാത്രം എനിക്കിപ്പോൾ നടക്കില്ല. കൈ അങ്ങനെ നനയ്ക്കാൻ പറ്റില്ല. ആ ഒരു ഇൻഫെക്ഷൻ വന്ന് മാറിയതേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ പാത്രം കഴുകുന്ന പരിപാടികളൊന്നും അധികം ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്ലൗസ് ഇട്ട് ചെയ്താലും ഒരു ഈർപ്പം വരും അവിടെ, ഇങ്ങനെ ഒരു വിയർത്ത മാതിരി വരും, ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന അക്ക ദിവസവും വന്ന് പാത്രമൊക്കെ കഴുകി തുടച്ചൊക്കെ തരും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ചെയ്യണ്ട. നേരത്തെ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വന്നിരുന്നത്. ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് ഒക്കെ ദിവസവും വന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു സൗകര്യമാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ ആരും അടുത്തില്ലാത്ത ഒരു സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ ഒരു ചട്ടിയിൽ നമ്മൾ ചീര നിന്നിരുന്ന ചട്ടിയിൽ ഇതുപോലെ ഞാൻ പച്ചക്കറി വേസ്റ്റ് ഇട്ടപ്പോൾ ഈ പാവയ്ക്കയുടെ ഇത് മുളച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു കുഞ്ഞു പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അത് വലുതായി വരുമോ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ കിട്ടുന്ന പോലത്തെ ഒരു പാവയ്ക്കാണ് കേട്ടോ അത്. ഹലോ, എന്താണ് ഇവിടെ പരിപാടി? കസേരയിട്ട് വന്നിരുന്ന് വെള്ളം ഒഴിക്കാനാ? മതിയടാ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ചെടികൾ. അപ്പോൾ ഞാൻ ഒരു ബാൽക്കണിയിൽ ഇതുപോലെ ചെടികളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഭയങ്കര വെയിലില്ല, അതുകൊണ്ട് തന്നെ ചെടികൾക്ക് എനിക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. താഴെയും കൂടെ വെച്ചാൽ ഭയങ്കരമായിട്ട് വെയിലടിക്കില്ല. ഞാൻ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഇരിക്കുന്ന ചെടികളൊന്നും ഒരുപാട് വെള്ളം വേണ്ടാത്ത ചെടികളാണ്. ഓവർ വാട്ടറിനായി പോയാൽ എല്ലാം ചീഞ്ഞു പോകുന്ന ടൈപ്പൊക്കെ ചെടികളാണ്.
അപ്പോൾ വലിയ വെള്ളം അങ്ങനെ ഒഴിച്ച് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കൊക്കെ പാറുക്കുട്ടി ഇതുപോലെ നനയ്ക്കാൻ കയറും കേട്ടോ. ഞാൻ അരി കഴുകിയ വെള്ളം, പിന്നെ അങ്ങനെ പാലിൻ്റെ കുപ്പി കഴുകിയ വെള്ളം, അതൊക്കെ ഞാനിങ്ങനെ ചെടികൾക്കാണ് കേട്ടോ ഒഴിക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓടിപ്പോയി ഒഴിച്ചിട്ട് പോകും. അതല്ലാതെ ഉള്ള ദിവസം പാറുവിനെയും കൂടെ ഞാൻ വിളിക്കുമ്പോൾ അവൾ ഓടി വന്ന് നനയ്ക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് നനയ്ക്കാനായിട്ട്. അങ്ങനെ പിള്ളേർ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ, ഗാർഡനിങ്ങും അതുകൂടാതെ ഉള്ള നല്ല കുഞ്ഞു കുഞ്ഞു ശീലങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മളതിനൊരു അവസരം കൊടുത്താൽ മതി. അങ്ങനെയും ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.